ആ പിന്നെ മഞ്ഞൾ തേച്ച കുറെ നേരം ഇരിക്കണം കേട്ടോ. ഉടനെ കുളിച്ചേക്കരുത്. ഞാൻ ആങ്ങളെ ഒന്ന് കണ്ടിട്ട് വരാം. അതെ അപ്പച്ചി, എന്താ ആ വാതിൽ ശരിക്കും അടച്ചേക്കണം കേട്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും തള്ളി തുറന്ന് കേറി വരും. എങ്ങനെയൊക്കെ അടച്ചാലും തള്ളി തുറന്ന് കേറുന്നവൻ കേറിയിരിക്കും. ഗുരുവായൂരപ്പ, ഇത് എങ്ങനെ ഇതിനകത്ത് വന്നു? ഇറങ്ങി പോട്ടോ, ഞാൻ മഞ്ഞൾ തേച്ചിരിക്കാം. മഞ്ഞൾ തേച്ച ശരീരം എനിക്ക് വലിയ ഇഷ്ടമാ. മഞ്ഞളിന്റെ മണവും. പിന്നെ മണപ്പിക്കാൻ ഇങ്ങോട്ട് വന്നാ മതി. ഞാനിപ്പോ അച്ഛനെ വിളിക്കും കേട്ടോ. എന്താ വിളിക്കും? വേണ്ട രാജു, ദേഹം മുഴുവൻ മഞ്ഞളാവും. അച്ഛാ, ഞാൻ കുളിക്കാൻ മഞ്ഞൾ തേച്ചിരിക്കാ. എന്നെ ചൂടാക്കരുത് കേട്ടോ. എന്നെയും ചൂടാക്കരുത്. പോകുന്നുണ്ടോ? രാജുവിന്റെ അമ്മ ഇപ്പൊ കയറി വരും. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിട്ട് പോയിക്കോളാം. അതെന്ത് കാര്യം? ഞാൻ പറഞ്ഞിട്ടില്ല ഒരു വില്യം ഡിസൂസയുടെ കാര്യം. ആ, അദ്ദേഹം നമുക്കിന്നൊരു പാർട്ടി തരുവാ. നമുക്കോ? അതിനെന്തിനാ എന്നെ കൂട്ടുന്നത്? ഞാനെന്ന് പറഞ്ഞ പിന്നെ നീയും ഇല്ലേ അതില്. വൈകിട്ട് 6 മണിക്ക് സീബ്രീസ് ഹോട്ടലിൽ ചെല്ലണം. രാത്രി 8 മണിക്ക് തിരിച്ചു പോരാം. അയ്യോ, രാത്രിയിലോ? പിന്നെ അച്ഛനെന്നെ വിടത്തില്ല. നിന്റെ ഏതെങ്കിലും കൂട്ടുകാരുടെ ബർത്ത്ഡേ പാർട്ടിക്ക് പോവാന്ന് പറഞ്ഞാ മതി മോളെ. നിന്നെയും കൂടി ചെല്ലാൻ ഞാൻ വാക്ക് കൊടുത്തുപോയി. എന്റെ മാനം കളയരുത്. അപ്പൊ പറഞ്ഞോളെ പറഞ്ഞോളെ, വൈകിട്ട് കാണാം. റോയിച്ച, എന്റെ കർത്താവേ, എന്നാ റോയിച്ച വന്നത്? അതിന്റെ കുറച്ചു ദിവസമായി. എന്നിട്ട് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. ലൂസി എവിടെ? വീട്ടിലുണ്ട്. എന്നെ മനസ്സിലായില്ലേ? ലൂസിയുടെ അമ്മയുടെ മോൾ ബെറ്റി. ഓ, മനസ്സിലായി. റൊമാനിയയിൽ വെച്ച് നിങ്ങൾ മിസ്സായി തറിഞ്ഞ് ഞങ്ങൾ എല്ലാവരും വന്നിരുന്നു. ഞാനിപ്പോ ഹോട്ടലിലെ ഫ്രണ്ട് ഓഫീസിലാ. റോയിച്ചിന് എങ്ങോട്ടാ? മേളിലെ ഇന്ത്യൻ റെസ്റ്റോറന്റിലേക്ക്. ഞാനും കൂടി വരാം. എനിക്ക് ഒത്തിരി വിശേഷങ്ങൾ അറിയാനുണ്ട്. ആയിക്കോട്ടെ. റോയിച്ചനാണ് ഇന്ന് റെസ്റ്റോറന്റ് മുഴുവൻ ബുക്ക് ചെയ്തിരിക്കുന്നത്. അതെ, എന്റെ ഫ്രണ്ട്സിന് വേണ്ടിയാ. യു ലുക്ക് ഗ്രേറ്റ്. യു ടു. അച്ഛൻ നേരത്തെ എത്തിയോ? അമ്മ നേരത്തെ എത്തിയല്ലേ? അല്ല, ഞാൻ വരുമ്പോ മീന ബസ് കാത്ത് നിൽക്കുന്ന കണ്ടു. രാത്രി ആയതുകൊണ്ട് ഇങ്ങ് കൊണ്ടുവിടാന്ന് കരുതി. അത് പിന്നെ സരിതയുടെ അമ്മ കാറി കൊണ്ട് വിടാന്ന് പറഞ്ഞു. ഞാനാ പറഞ്ഞ വേണ്ടെന്ന്. അതെ അതെ, ഉക്കിലും ബർത്ത്ഡേ പാർട്ടി ആയിരുന്നു. ഓ, ബർത്ത്ഡേ പാർട്ടിക്ക് നീ കൂടെ പോയിരുന്നു? അല്ല, അത് പിന്നെ മീന പറഞ്ഞു. ഞാനാ പറഞ്ഞത്. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. നിന്റെ ഈ പ്യൂൺ പണി കൊണ്ട് വല്ല ഗുണവും ഉണ്ടോടാ? പ്യൂൺ പണിയോ? ഈ അമ്മാവനോട് പറഞ്ഞു ഞാൻ തോറ്റു. ഞാനൊരു ബിസിനസ് എക്സിക്യൂട്ടീവ് അല്ലേ? എന്ത് എക്സിക്യൂട്ടീവ് ആണെങ്കിലും കിട്ടുന്ന ശമ്പളം പ്യൂണിന്റെ അല്ലേടാ. ഞാൻ നിന്റെ അച്ഛനോട് പല പ്രാവശ്യം പറഞ്ഞതാ, ആ ചെറിയ അമ്പലത്തിലെ ശാന്തിപ്പണി നിർത്തി രണ്ടുപേരും കൂടി ഇവിടെ വന്ന് എന്റെ പരികർമ്മിയായി നിൽക്കാൻ. കേട്ടില്ല? മാസം ഒരു 50,000 രൂപയെങ്കിലും തീർത്തു ഉണ്ടാക്കാം. പറയുമല്ലാതെ എനിക്ക് മറ്റൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതല്ല അമ്മാവ, അച്ഛൻ്റെതായ ചില ചിട്ടവട്ടങ്ങളും വിശ്വാസങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്റെ കാര്യം, ഞാനുടനെ എന്റെ ബോസുമായി വിദേശത്ത് പോവല്ലേ. ആരുമായി? എന്റെ ബോസുമായി. ലോക പ്രശസ്ത സയന്റിസ്റ്റായ വില്യം ഡിസൂസാറിന്റെ കാര്യമാ പറഞ്ഞത്. എന്നെയും കൂടി വിദേശത്ത് കൊണ്ടുവന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വലിയ കോടീശ്വരനല്ലേ? അതൊരു നല്ല കാര്യമാ. വിദേശത്തൊക്കെ പോയാ നല്ല ശമ്പളവും കിട്ടും, കൂടെ അതൊരു പേരുവാ. പിന്നെ അമ്മാവാ, വിദേശത്തൊക്കെ പോയി ജോയിൻ ചെയ്തിട്ട് മതി കല്യാണമൊക്കെ. ധൃതി ഒന്നും വെക്കണ്ട. അല്ല, അതിനാര് ധൃതി വെച്ചു? അല്ല, പറഞ്ഞേ ഉള്ളൂ. 24 മണിക്കൂറും ഞാനും നിന്റെ അച്ഛനുമൊക്കെ ഭഗവത് മന്ത്രങ്ങളല്ലേ ചൊല്ലുന്നത്. നല്ലതേ വരൂ. നേരെ വേറെ ആവുന്നൊരുപ്പിച്ചല്ലേ. അച്ഛന്റെ കൂടെ മന്ത്രങ്ങൾ പഠിച്ചു തുടങ്ങും മുമ്പ് സിദ്ധിയും കിട്ടിയോ? ഞാൻ പുറകിൽ വന്ന കാര്യം എങ്ങനെ അറിഞ്ഞു? അതാണ് താര.
നീ നിന്റെ ചുറ്റിക്കറക്കൊക്കെ നിർത്തിക്കോ. ദിവ്യദൃഷ്ടി കൊണ്ട് എല്ലാം കണ്ടുപിടിച്ച് ഞാൻ അച്ഛനോട് പറയും. അയ്യോ ചതിക്കല്ലേ, ഞാൻ ഇനി ചേച്ചിയോട് ചോദിച്ചിട്ട് എവിടെയും പോട്ടോ. എങ്കി പറ, രാജുവുമായി ഇന്ന് എവിടെയൊക്കെ കറങ്ങി? പറയാം. ഇന്നൊരു അടിപൊളി പാർട്ടിയെ മീറ്റ് ചെയ്തു. പ്രൊഫസർ വില്യം ഡിസൂസ, രാജുവിന്റെ ഫ്രണ്ടാ. അങ്ങനെ വളരെ നാള് വിദേശത്തായിരുന്നു. എന്റെ ചേച്ചി, അങ്ങേരുടെ കണ്ണില് കാന്തം പിടിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. സോ പവർഫുൾ. നീണ്ട മൂക്ക്, നീട്ടി വളർത്തിയ മുടി, ആളെ ഒന്ന് നോക്കി നിക്കാൻ തന്നെയുണ്ട്. എങ്കിൽ അയാളെ എനിക്കും ഒന്ന് കാണണമല്ലോ. ചേച്ചി കണ്ട വീണു പോവും തീർച്ച. പിന്നെ മോളെ, വേറെ ആണുങ്ങളെ ഇങ്ങനെയൊക്കെ പുകഴ്ത്തി പറയുന്നത് നിന്റെ രാജു കേട്ടാ പിണങ്ങും, പറഞ്ഞേക്കാം. രാജുവിന് അയാളെ പുകഴ്ത്താനേ നേരമുള്ളൂ. ആ പിന്നെ ചേച്ചി, രാജുവിനെ അയാള് വിദേശത്ത് കൊണ്ടുപോവാ. ഗുഡ്, അപ്പോൾ രക്ഷപ്പെട്ടല്ലോ. വേറെ ഒത്തിരി വിശേഷം പറയാനുണ്ട്. ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാം. ഓക്കെ, അപ്പോഴത്തേക്കും മോക്ക് ഞാനൊരു നല്ല ബ്രൂ കോഫി ഇട്ട് തരാം കേട്ടോ. പാരിജാതപ്പൂക്കൾ പുഞ്ചിരി തൂകി, പാലാഴിക്കടൽ പോലും ഋതുമതിയായി.